ജനങ്ങളെ അന്ധവിശ്വാസത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് യുക്തിസഹജമായ ജീവിത ദർശനത്തിലേക്ക് വഴി നടത്തുവാനായി മിഷണറി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മൈത്രേയനെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുമോ? അതാണ് ഈ വീഡിയോയുടെ അന്വേഷണ വിഷയം. അതിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാൻ സാധിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രാരംഭമായിട്ട് മൈത്രേയൻ്റെ ഒരു വീഡിയോയുടെ 2-3 മിനിറ്റുകൾ കണ്ടിട്ട് അതിനെ ആസ്പദമാക്കി ചില ചിന്തകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നതുകൊണ്ട് ആ വീഡിയോയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബൈബിളും ഖുറാനും രാമായണവും ഒക്കെ കത്തിച്ച് കളയണമെന്നും മതത്തിൽ വിശ്വസിക്കുന്നവർ വിഡ്ഢികളാണ് എന്നുമുള്ള അഭിപ്രായമൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു വീഡിയോ ആണിത്. അതാദ്യം ഒരു 2-3 മിനിറ്റ് കണ്ട ശേഷം പിന്നെ അത് വീണ്ടും ഒന്ന് നിർത്തി കണ്ട് ചില ചിന്തകൾ ഉന്നയിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. കഴുത്തേല് കുരിച്ചു വിട്ടിരിക്കുന്നത് ആ വീട്ടിൽ ജനിച്ചതെന്നുള്ളതിന് സിമ്പിൾ കാണിച്ച് നടക്കണമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. കുരിശ് ഞാൻ മാത്രമല്ല കുറെ ആളുകൾ ഇടുന്നു. അതൊക്കെ ഇടും, അതൊക്കെ ഇങ്ങനെ അത് ഫാഷന്റെ ലേവത്തും ചിലപ്പോൾ ഇട്ടെന്ന് വരും. പക്ഷേ അതിനതൊരു ചിഹ്നമുണ്ട്, അതിനൊരു അർത്ഥമുണ്ട്. ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതല്ല എന്ന് കാണിക്കുന്നതിനുണ്ട്. നെറ്റിക്ക് കുറിയിടുന്നവനും നെറ്റിക്ക് തഴമ്പുണ്ടാക്കി നടക്കുന്നവനും എല്ലാം ഇതേപോലെ തന്നെ ചിഹ്നങ്ങൾ ഇട്ടിട്ടാണ് നടക്കുന്നത്. അത് മറ്റുള്ളവരെ അറിയിക്കണം, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതല്ല. അത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്നു. അബദ്ധം നമുക്ക് വരുന്ന നമുക്കൊരു പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളാണ് ഈ വീടുകളെല്ലാം. അന്യരെ വെറുക്കാൻ പഠിപ്പിക്കുന്നത്, അവരോടൊപ്പം ജീവിക്കരുതെന്ന് പഠിപ്പിക്കുന്നത്, നമ്മൾ സ്പെഷ്യൽ ആണെന്ന് പഠിപ്പിക്കുന്നത്, മറ്റുള്ളവരെ പോലെയല്ല നമ്മളന്ന് പഠിപ്പിക്കുന്നത്. ഇയാൾ പ്രണയിച്ചാൽ ആ നിമിഷം അത് നമ്മുടെ ആൾക്കാരെ അല്ല എന്ന് പറയും. ഇതൊക്കെ ചെയ്യുന്ന വീടുകളിൽ തന്നെ ജനിക്കാനൊക്കെ. അത് തൻ്റെ വീടും എൻ്റെ വീടും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതാണ് ജാതി എന്ന് നമ്മൾ പറയുന്നതും വിവേചനം എന്ന് പറയുന്നതും വർണ്ണവെറി എന്ന് പറയുന്നതൊക്കെ അതാണ്. മൈത്രേയൻ ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നതേ, മൈത്രേയൻ പറയുന്നൊരു വാക്കുണ്ട്, ദൈവം ഉണ്ടെങ്കിൽ എന്നെ പോലൊരു മൊണ്ണ ഇവിടെ ഇരുത്തുവോ? അതെ, അങ്ങനെ തന്നെ. അത് പറഞ്ഞത് സത്യമാണോ? അതെ, കാര്യമുണ്ട്. അയാളുടെ പിന്നെ ദൈവത്തിന്റെ ഗുണമാണെന്ന് പറയുവാണെങ്കിൽ ചീത്ത പറയുന്ന ഒരുത്തനെ ഉണ്ടാക്കത്തില്ലല്ലോ. വിവരം വേണ്ടടൂ ദൈവത്തിന്, ചുരുങ്ങിയ പക്ഷം അതില്ല. അതുകൊണ്ടാണ് കളയുന്നത്. ബുദ്ധിയുള്ളത് വിവേചനം മാത്രമുള്ളതായ ആളുകളെ തമ്മിലടിപ്പിക്കുന്ന ഇത് സർവജ്ഞനാണെന്നാണല്ലോ പറയുന്നത്. പിന്നെ ലോകത്തിന്റെ സൃഷ്ടാവ്. അതുകൊണ്ട് തന്നെ അടി കൊടുക്കാവുന്ന ആളായി. ഒന്നൊന്നിനെ തിന്നുന്ന ഒരു ലോകം ഉണ്ടാക്കാൻ പറ്റുമോ? ദൈവം ഉണ്ടെങ്കിൽ എന്റെ കൂടെ ഒന്ന് കറപ്പിക്കട്ടെ. അത് പോട്ടെ, അത് ഞാൻ പറഞ്ഞതാ, അതവിടെ ഇരിക്കട്ടെ. ഒന്നൊന്നിനെ തിന്നുന്ന തരത്തിൽ ലോകത്ത് ആരെങ്കിലും വിവരമുള്ളവരുണ്ടാക്കും? വെറുതെ ഒന്ന് ആലോചിച്ചു പോകും. എന്തൊരു കഷ്ടമാണ്. രാവിലെ എണ്ണീറ്റിട്ട് മാനിന്റെ പുറകെ ഓടുന്ന കടുവായല്ലേ ഉള്ളത്. ആ സകല പുല്ലും എന്ത് പാടുമായിട്ടൊന്ന് തല വെക്കുമ്പോൾ അത് മുഴുവൻ കടിക്കുന്ന മാനല്ലേ ഉള്ളത്. എന്തൊരു ദുരിതം പിടിച്ച ലോകത്താ ജീവിക്കുന്നത്. നമ്മൾ തന്നെ മര്യാദയ്ക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരോട് മര്യാദയ്ക്ക് പെരുമാറണം എന്ന് വിചാരിച്ചാൽ നമ്മൾ എന്തെടുത്തിട്ട് തിന്നും? നെല്ലുണ്ടാകുന്ന വേറെ നെല്ലുണ്ടാകാനാ. നെല്ലിന് അരി ഉണ്ടാകുന്നത്, അത് നമുക്ക് തിന്നാനുള്ളതല്ല. പിന്നെ നമ്മൾ എന്തോ അതാണ് പ്രശ്നം. അപ്പൊ ഈ കോന്തൻ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്ത ഈ പണി നിർത്തണമെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. താൻ വിശ്വസിക്കുന്നുണ്ട്, എനിക്ക് അങ്ങനെ അല്ലെന്ന് അറിയാം. അത്രേ ഉള്ളൂ. ഈ ഇപ്പൊ കുട്ടി അപ്പോൾ ഏകദേശം ഒരു രുചി നിങ്ങൾക്ക് ഇതിനോട് പ്രാപിക്കാനിടയായി കാണും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് ഇത് സംബന്ധമായ ചില ചിന്തകൾ ഇനിയും ഈ ഭാഗം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട്, ഞാൻ വിഷ്വൽസ് കാണിക്കുന്നില്ല, ഓഡിയോ മാത്രം കേട്ട് സംബന്ധമായ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കിടാനാണ് ഉദ്ദേശിക്കുന്നത്. പഠിപ്പിക്കുന്നത് നമ്മൾ സ്പെഷ്യൽ ആണെന്ന് പഠിപ്പിക്കുന്നത്, മറ്റുള്ളവരെ പോലെ ആ വീട്ടിൽ ജനിച്ചതെന്നുള്ളതിന് സിമ്പിൾ കാണിച്ച് നടക്കണമെന്ന് വിചാരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. കുരിശ് ഞാൻ മാത്രമല്ല കുറെ ആളുകൾ ഇടുന്നു. അതൊക്കെ ഇടും, അതൊക്കെ ഇങ്ങനെ അത് ഫാഷന്റെ ലേവത്തും ചിലപ്പോൾ ഇട്ടെന്ന് വരും. പക്ഷേ അതിനതൊരു ചിഹ്നമുണ്ട്, അതിനൊരു അർത്ഥമുണ്ട്. ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതല്ല എന്ന് കാണിക്കുന്നതിനുണ്ട്. നെറ്റിക്ക് കുറിയിടുന്നവനും നെറ്റിക്ക് തഴമ്പുണ്ടാക്കി നടക്കുന്നവനും എല്ലാം ഇതേപോലെ തന്നെ ചിഹ്നങ്ങൾ ഇട്ടിട്ടാണ് നടക്കുന്നത്.
അത് മറ്റുള്ളവരെ അറിയിക്കണം, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതല്ല. അത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ മൈത്രേയൻ പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഞാൻ ഇതിനു മുൻപ് ഇതേ ആശയം പലപ്പോഴും എൻ്റെ വീഡിയോകളിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ അവതരിപ്പിക്കുന്നത് അല്പം വ്യത്യസ്തമായിട്ടാണ്. മതത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ മതം മുന്നോട്ട് വയ്ക്കുന്ന പ്രതീകങ്ങൾ, സിമ്പിൾസ്, ബിംബങ്ങൾ, അവ മനുഷ്യരിൽ നിന്ന് വേർപെടുത്തുവാനായി മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. മൈത്രേയനവ് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ മൈത്രേയനോട് യോജിക്കുന്നു. എന്നാൽ അതേസമയം മൈത്രേയൻ മറച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഒന്ന് വെളിപ്പെടുത്തുവാൻ എനിക്ക് കടമയുണ്ട്. അദ്ദേഹം ഇവിടെ കുരിശിനെ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തി ഒരു ക്രിസ്ത്യാനിയാണ്. അതും ശ്രദ്ധേയമാണ്. ക്രിസ്തു മതത്തോട്, ക്രിസ്തു യേശുവിൻ്റെ ആദർശങ്ങളോട്, ആശയങ്ങളോട് ഇദ്ദേഹത്തിൻ്റെ ബന്ധം എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ ഒരു കുരിശൻ കഴുത്തിൽ തൂക്കിയിട്ടിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്യാനായി ഈ മഹാൻ മൈത്രേയൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ മൈത്രേയൻ ആ ക്രിസ്തീയ യുവാവിനോട് ചോദിക്കുകയാണ്, നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന കുരിശിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി ഒരു വാക്ക് പറയുവാൻ ഈ മാധ്യമപ്രവർത്തകനായി വന്ന ഈ ക്രിസ്തീയ യുവാവിന് സാധ്യമാകില്ല. കാരണം നമ്മുടെ അവസ്ഥ അതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മൈത്രേയൻ പറഞ്ഞത് 100% ശരിയാണ്. ഒരു കൂട്ടം ആളുകളെ മറ്റു കൂട്ടം ആളുകളിൽ നിന്ന് വേർതിരിക്കാനായി മാത്രം നാം ഉപയോഗിക്കുന്ന വേർതിരിവിൻ്റെ അടയാളമാണ് കുരിശ്. യേശുവിൻ്റെ കുരിശും ക്രിസ്ത്യാനി എടുത്തുകൊണ്ട് നടക്കുന്നതും കഴുത്തേലിട്ടാട്ടുന്നതുമായ കുരിശുമായി യാതൊരു ബന്ധവുമില്ല എന്നത് ഒരു പരമാർത്ഥമാണ്, ശ്രദ്ധേയമായ സത്യമാണ്. പക്ഷേ അത് മൈത്രേയൻ പറയില്ല. അത് പറയാനുള്ള കടമ മൈത്രേയനില്ല. അത് പോട്ടെ. അങ്ങനെ ഉണ്ട് ഒന്ന് സൂചിപ്പിക്കാൻ ക്രിസ്തീയ സമൂഹത്തിലുള്ള ആരും തന്നെ തയ്യാറാകുന്നില്ല, ധൈര്യം കാണിക്കുന്നില്ല. അതും ശ്രദ്ധേയം തന്നെയാണ്. ക്രൂശിനെ ഒരു ആഭരണമായും അടയാളമായും ക്രിസ്ത്യാനി അധപ്പതിപ്പിച്ചു എന്ന് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് നാളേറെയായി. ക്രൂശിൻ്റെ അർത്ഥത്തെ അപമാനിക്കുകയും ക്രൂശിൻ്റെ ആഭരണ വാല്യൂ, ഓർണമെൻ്റൽ വാല്യൂ, അതിനെ മാത്രം എടുത്തു കാട്ടുകയും ചെയ്യുന്നത് ക്രിസ്തു വിശ്വാസ സമൂഹത്തിൻ്റെ അധപ്പതനത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് എന്നത് മൈത്രേയൻ്റെ വാക്കുകളുടെ വെളിച്ചത്തിലെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് മൈത്രേയനെ പോലെയുള്ള ആളുകൾ നടത്തുന്ന പരാമർശങ്ങൾ 100% പുച്ഛിച്ച് തള്ളിക്കളയുവാൻ ഞാൻ ആളല്ല. ആരെങ്കിലും ഒരു പ്രസ്താവന നടത്തിയാൽ അത് ഏതെങ്കിലും വിധത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ നിലവിലിരിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുവാനും അതിനോടനുബന്ധമായി എന്തെങ്കിലും തിരുത്തലുകൾ സ്വീകരിപ്പാൻ ആവശ്യമുണ്ട് എങ്കിൽ അത് സ്വീകരിപ്പാനും നമുക്ക് കടമയുണ്ട്, അതേത് മതത്തിലുള്ളവരാണെങ്കിലും എന്നതാണ് എൻ്റെ നിലപാട്. അപ്പോൾ മൈത്രേയൻ്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് കുരിശെടുത്ത് കുപ്പയിലെറിയുക, ആ ഒരു ആശയം എനിക്കില്ല. മനുഷ്യൻ കുരിശ് എന്ന് പറയുന്ന ഈ ഒരു വലിയ ആത്മീയ അടയാളത്തെ ഒരു ആഭരണമായി അധപ്പതിപ്പിച്ചുവെങ്കിൽ അതിൻ്റെ പ്രതിപതി കുരിശെടുത്ത് കുപ്പയിലെറിയുന്നതല്ല, പിന്നെയോ കുരിശിൻ്റെ യഥാർത്ഥ അർത്ഥം എന്തെന്ന് അന്വേഷിക്കുകയും ആ അർത്ഥത്തെ ജീവിതത്തിൽ അർത്ഥവത്താക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെയാണ് മൈത്രേയനും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇനി മുൻപോട്ട് പോകാം. അബദ്ധം നമ്മൾക്ക് വരുന്ന നമുക്കൊരു പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളാണ് ഈ വീടുകളൊക്കെ. അന്യരെ വേറെ മേൽജാതിക്കാരുണ്ട്, വിരുദ്ധ കേന്ദ്രങ്ങളാണ് ഈ വീടുകളൊക്കെ. അപ്പോൾ ഇനിയും മൈത്രേയൻ പറയുന്നത് സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളാണ് ഭവനങ്ങളെല്ലാം. ഇതിൽ സത്യവുമുണ്ട് അസത്യവുമുണ്ട്. സത്യം എന്താണ് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. നമ്മുടെ ഭവനങ്ങളിൽ കുട്ടികൾക്ക് നാം കൊടുക്കുന്ന പരിശീലനം എന്താണ്? ചെറുപ്പം മുതലേ വർഗീയമായ പരിശീലനം തന്നെയാണ് നാം കൊടുക്കുന്നത്.
അല്ലെങ്കിൽ അന്ധവിശ്വാസപരമായ പരിശീലനമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. നാം നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന മതപരമായ ഉത്ബോധനങ്ങൾ ഒട്ടുമുക്കാലും ഒന്നുകിൽ ഇപ്രകാരമായ സാമൂഹ്യ വിരുദ്ധ ചൊവ്വയുള്ളതാണ്, അല്ലെങ്കിൽ അന്ധവിശ്വാസ നിബിഡമാണ്. അത് തിരിച്ചറിയാനുള്ള ഒരവസരമായിട്ട് ഇതിനെ പ്രയോജനപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ മൈത്രേയൻ പറയുന്നതിലെ അബദ്ധം, ഭവനങ്ങൾ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് ശരിയായിരിക്കുമ്പോൾ തന്നെ ഭവനങ്ങൾ അങ്ങനെ ആകണമോ, അതാണോ ഭവനം എന്ന ആശയത്തിൻ്റെ ഉദ്ദേശം, അർത്ഥം, സാധ്യത എന്ന ചോദ്യം പ്രസക്തമാണ്. നമ്മുടെ ഭവനങ്ങൾ ഇങ്ങനെ ആയിപ്പോയതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മീയമായ ചിന്തയോ താല്പര്യമോ അഭിരുചിയോ പരിശീലനമോ ഒരു ഭവനത്തിൽ ഉണ്ടാകരുത് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. എന്നാൽ മൈത്രേയൻ പറയേണ്ടത്, നമ്മുടെ ഭവനങ്ങളിൽ വേണ്ടതുപോലെ ആത്മീയമായ പരിശീലനം കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നില്ല. അവർക്ക് ലഭിക്കുന്നത് പരമായതും ചേരിതിരിവുള്ളതും അന്ധവിശ്വാസം നിറഞ്ഞതുമായ പരിശീലനമാണ്, അല്ലെങ്കിൽ താരിഫാണ് എന്ന് പറയുമ്പോൾ ഞാനതിനോട് 100% യോജിക്കും. പക്ഷേ ഇതല്ല ഒരു കുടുംബത്തിൽ സംഭവിക്കേണ്ടത്. കുടുംബം വെളിച്ചത്തിൻ്റെ പാർപ്പിടമാകണം. അവിടെ നിന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ മനുഷ്യത്വത്തിൻ്റെ സൂര്യോദയം ഉണ്ടാകണം. അങ്ങനെ അത്ഭുതകരമായ സാധ്യതകളുള്ള ഒരു വലിയ ഒരു മുതൽക്കൂട്ടാണ്, ഒരു നിധിയാണ് കുടുംബം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലത് വേണ്ടതുപോലെ അപ്രകാരം തിരിച്ചറിഞ്ഞ് അതിൻ്റെ നല്ല സാധ്യതകളെ പ്രയോജനപ്പെടുത്തത്തക്കവണ്ണം മാതാപിതാക്കന്മാർ കുടുംബജീവിതത്തെ വിഭാവന ചെയ്യുകയും സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യണമെന്ന് അവരെ പഠിപ്പിക്കുകയോ ഉത്ബോധിപ്പിക്കുകയോ അതിന് അവരെ വഴികാട്ടിയായി സഹായിക്കുകയോ ചെയ്യുന്ന ഒരു ക്രമീകരണവും നമ്മുടെ ഇടയിലില്ല എന്നത് ശരിയാണ്. അത് വളരെ ശരിയാണ്. എന്ന് മാത്രവുമല്ല, ഇപ്പോൾ ക്രിസ്തു സമൂഹത്തെപ്പറ്റി പറയുമ്പോൾ സഭകൾക്ക് ആകെപ്പാടെയുള്ള താല്പര്യം ഒരു ക്രിസ്തീയ, ആ സഭയോട് ബന്ധമുള്ളൊരു ക്രിസ്തീയ കുടുംബത്തിലൊരു കുഞ്ഞ് പിറന്നാൽ എങ്ങനെയെങ്കിലും അതിനെ ഈ സഭയുടെ സ്വത്താക്കി മാറ്റത്തക്കവണ്ണം എന്തെല്ലാം ചെയ്യാമെന്നല്ലാതെ ആ കുഞ്ഞ് വളർന്നു വരുന്നതിൽ ആത്മീയമായ വെളിച്ചമുണ്ടോ, അവൻ്റെ വ്യക്തിത്വത്തിൽ നന്മ വളരുവാൻ സാധ്യതയുണ്ടോ, ലോകത്തിന് പ്രയോജനമുള്ള ഒരു വ്യക്തിയായി അവന് വളരുവാനുള്ള എന്തെങ്കിലും കൈത്താങ്ങം നൽകുവാൻ സഭയുടെ സൈഡിൽ നിന്ന് സാധ്യമാകും, ഇങ്ങനെയുള്ള പരിഗണനകളൊന്നുമില്ല. അതൊക്കെ ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ആ ഒരു യാഥാർത്ഥ്യത്തെ ഒന്ന് സ്പർശിക്കുന്ന പ്രസ്താവനയായിട്ടാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. എന്നാൽ മൈത്രേയൻ പറയുന്നത് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാവുന്ന വിധത്തിലാണ് എങ്കിലും അദ്ദേഹം നിലവിലുള്ള ഒരു യാഥാർത്ഥ്യത്തെ തന്നെയാണ് സ്പർശിക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തിരുത്തലിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു പോകുവാൻ നമുക്ക് ആവശ്യമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് കൈവരിക്കുന്നവർക്ക്, നടപ്പാക്കുന്നവർക്ക് പ്രയോജനമുണ്ടാകും എന്നാണ് എനിക്കിതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. കുടുംബം ഒരു അപകടമല്ല, കുടുംബം ഒരു ശാപമല്ല, കുടുംബം മനുഷ്യത്വത്തിൻ്റെ ഈറ്റില്ലമാണ്. മനുഷ്യത്വം പിറന്നു വീഴുകയും തഴച്ചു വളരുകയും ചെയ്യേണ്ട ഒരു ക്രമീകരണമാണ്. പക്ഷേ അത് അപ്രകാരം നടക്കുവാൻ നാം കൂട്ടാക്കാൻ, പ്രത്യേകിച്ച് ഇപ്പോൾ മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങൾ പഠിക്കണമെന്നും വലിയ ശമ്പളം കിട്ടണമെന്നും അവർ ആർഭാടത്തോടെ ജീവിക്കണമെന്നുമല്ലാതെ തൻ്റെ മകനോ മകളോ നല്ല ഒരു മനുഷ്യൻ വ്യക്തിത്വമായി വളർന്നു വരണമെന്ന താല്പര്യം പോലുമില്ല. ആ ഒരു സാഹചര്യത്തിൽ മൈത്രേയൻ്റെ വാക്കുകൾ സത്യമാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. നമുക്ക് മുൻപോട്ട് പോകാം. വെറുക്കാൻ പഠിപ്പിക്കുന്നത്, അവരോടൊപ്പം ജീവിക്കരുതെന്ന് പഠിപ്പിക്കുന്നത്, നമ്മൾ സ്പെഷ്യലാണെന്ന് പഠിപ്പിക്കുന്നത്, മറ്റുള്ളവരെ പോലെയല്ല നമ്മളന്ന് പഠിപ്പിക്കുന്നത്. ഇയാൾ പ്രണയിച്ചാൽ ആ നിമിഷം അത് നമ്മൾ. ഇനിയും ഇദ്ദേഹം പറയുന്നത്, കുടുംബത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന ഉപദേശം എന്താണ്? നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ല,
അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ധാരണ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ സ്ഥാപിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷെ ഇവിടെ മൈത്രേയൻ പരാമർശിക്കാത്തൊരു സത്യമുണ്ട്. അത് സുപ്രധാനമായ സത്യമാണ്. ഇങ്ങനെ അർത്ഥസത്യങ്ങൾ ചിന്തിക്കാൻ കഴിയില്ലാത്തതിൻ്റെ മുമ്പിൽ വിളമ്പിയാണ് മൈത്രേയൻ സാംസ്കാരിക കേരളത്തിൽ തൻ്റേതായ ഒരു ഇരിപ്പിടം ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണിത്. അപ്പോൾ ഈ ഒരു അദ്ദേഹം പറയുന്നത് ആൾക്കാരെ അല്ല എന്ന് പറയും. ഇതൊക്കെ ചെയ്യുന്ന വീടുകളിൽ തന്നെ ജനിക്കാനുണ്ട്. അത് തൻ്റെ വീടും എൻ്റെ വീടും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതാണ് ജാതി എന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനെ അത് ഫാഷൻ്റെ ലേവത്തിൽ ചിലപ്പോൾ ഇട്ടെന്ന് വരും. പക്ഷേ അതിനതൊരു ചിഹ്നമുണ്ട്, അതിനൊരു അർത്ഥമുണ്ട്. ഡിസ്റ്റിങ്റ്റ് ആണ്. ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, നിങ്ങളെ കൂട്ടത്തിൽ പെടുന്ന അല്ല എന്ന് കാണിക്കുന്നതിന് മേൽജാതിക്കാരുണ്ട് എന്ന് മറ്റുള്ളവരെ പോലെ അല്ല, നിങ്ങളെ കൂട്ടത്തിൽ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, മൈത്രേയൻ പറഞ്ഞത് ഒരു അർത്ഥസത്യമാണ്. അർത്ഥസത്യം എന്താണ്? ഞങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല, നീ മറ്റുള്ളവരെ പോലെ അല്ല എന്ന് ഓർക്കേണ്ടതിനാണ് നിനക്ക് നിൻ്റെ കുടുംബത്തിൽ നിന്ന് പരിശീലനം ലഭിക്കുന്നത്. എന്നാൽ അവിടെ വളരെ ശ്രദ്ധേയമായ ഒരു സാധ്യതയോ സത്യമോ മൈത്രേയൻ മറച്ചു വെക്കുന്നത് നാം അല്പം പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ആത്യന്തികമായ സത്യം എന്താണെന്ന് ചോദിച്ചാൽ, നീ മറ്റാരെയും പോലെയുമല്ല. ലോകത്തിൽ ഒരു വ്യക്തി പോലും മറ്റൊരു വ്യക്തി പോലെയല്ല. ഞാനിപ്പോൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഞാൻ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനാണെന്ന് പറയുന്നത് വർഗീയതയാണ്. എന്നാൽ ഞാനൊരു മനുഷ്യനായി ജനിച്ചത് കൊണ്ട് മറ്റെല്ലാവരിൽ നിന്നും ഞാൻ വ്യത്യസ്തതയുള്ളതാണ്. ഓരോ വ്യക്തിയും പ്രത്യേകതയോടുകൂടെയാണ് ഈ ലോകത്തിൽ ജനിക്കുന്നത്, പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടെയാണ്, പ്രത്യേകമായ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരേണ്ടതാണ്, പ്രത്യേകമായ സേവനങ്ങൾ നൽകേണ്ടതാണ്, സംഭാവനകൾ നൽകേണ്ടതാണ്. ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയെ പോലെയല്ല. ഇംഗ്ലീഷിൽ യുണീക്നെസ്, ഇൻഡിവിജ്വൽ യുണീക്നെസ് എന്ന് പറയും. അത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും വിലയേറിയ ഒരു തിരിച്ചറിവാണ്. അല്ലെങ്കിൽ നാം ആടുകളെയും പോലെയുമായിത്തീരും. ഒരു 100 ആടിനെ ഒരു ആലയത്തിൽ കെട്ടിയിട്ടാൽ ഒരാട് മറ്റൊരാട് പോലെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ മതപരമായ സാഹചര്യത്തിൽ നാം അങ്ങനെയാണ് മനസ്സിലാക്കുക. മാർത്തോമാക്കാരൻ മുഴുവൻ മാർത്തോമാക്കാരൻ, CSIക്കാരൻ മുഴുവൻ CSIക്കാരൻ, പെന്തക്കോസ്തുകാരൻ മുഴുവൻ പെന്തക്കോസ്ത്. ഒരു പെന്തക്കോസ്ത് ഒരു CSIക്കാരനെ പോലെ ആകരുത്, ഒരു CSI ഒരു മാർത്തോമാനക്കാരനെ പോലെ ആകരുത്. പിന്നെ കുറച്ചുകൂടെ വലുതായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി ഹിന്ദുവിനെ പോലെ ആകരുത്, ഹിന്ദു ഒരു മുസ്ലിമിനെ പോലെ ആകരുത്. ഇങ്ങനെ വളരെ വളരെ വർഗീയമായി വിഭാഗീയതയിൽ മാത്രം ആശ്രയിച്ച് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ മൈത്രേയൻ്റെ വാക്കുകൾ 100% ശ്രദ്ധ അർഹിക്കുന്നതാണ്, അർത്ഥവത്താണ്. എന്നാൽ അതേസമയം അദ്ദേഹം പറയാതെ മനഃപൂർവ്വം മറച്ചു വെക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വ്യത്യാസം ക്രിസ്ത്യാനിയും ഹിന്ദുവും തമ്മിലല്ല, വ്യത്യാസം ഹിന്ദുവും മുസ്ലിം തമ്മിലല്ല, വ്യത്യാസം വ്യക്തികൾ തമ്മിലാണ്. കാരണം ഓരോ വ്യക്തിയും പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ പ്രത്യേകമായ വ്യക്തിത്വ രുചിയോടുകൂടെ ഈ ലോകത്തിലായിത്തീരുമ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അങ്ങനെ വ്യത്യസ്തമായതുകൊണ്ട് ശത്രുവാകണമെന്നോ മാറി നിൽക്കണമെന്നോ നിങ്ങളുടെ മധ്യത്തിൽ അകൽച്ച ഉണ്ടാകണമെന്നോ യാതൊരു അർത്ഥമില്ല. അത് മനുഷ്യൻ സ്ഥാപിച്ചു വെക്കുന്ന ചില വിഭ്രാന്തികളാണ്. നാം ഓരോരുത്തരും നമുക്ക് നൽകിയിരിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത കൃത്യമായി തിരിച്ചറിഞ്ഞ പ്രത്യേകതയുടെ പുറകിൽ വർദ്ധിക്കുന്ന ലക്ഷ്യത്തെ ആത്യന്തികമായി ബഹുമാനിച്ച് ആ ലക്ഷ്യം നിർവഹിക്കത്തക്കവണ്ണം അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കടമയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അച്ചടക്കത്തോടെ ജീവിക്കുമ്പോഴാണ് നാം നമ്മോട് തന്നെ നീതി പാലിക്കുക. അങ്ങനെ ഒരു നീതി പാലിക്കണമെന്ന് മൈത്രേയൻ ഒരിക്കലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹത്തിനാകപ്പാടെയുള്ളത് ചില കാര്യങ്ങൾ അവലംബിക്കണം. കുടുംബം ഇങ്ങനെ ജാതിവെറിയുടെ ഉറവിടമാണ്, വേറെ ഒന്നും കുടുംബത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ വരുന്നില്ല. എന്നാൽ അങ്ങനെ ജാതി ചിന്തയുടെ വിഷം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കുത്തിവെക്കുന്ന മാതാപിതാക്കന്മാരാണ് ഇന്ന് കൂടുതൽ ഉള്ളത് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമാണ്. പക്ഷേ ആ വ്യത്യസ്തത ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ്. ആ പ്രത്യേകതയിൽ ഉൾക്കൊള്ളുന്ന സാധ്യതകൾ
ഓരോ വ്യക്തിയെ നിഗളിക്കാനോ അഹങ്കരിക്കാനോ അല്ല. മനുഷ്യരാശിക്ക് പൊതുവെ എന്നിൽ കൂടെയും നിങ്ങൾ ഓരോരുത്തരിൽ കൂടെയും ലഭിക്കേണ്ട പ്രത്യേകമായ സംഭാവനകൾ മറ്റാരിൽ കൂടെയും ലഭിക്കാൻ സാധ്യമല്ല, നമ്മളിൽ കൂടെ മാത്രം ലഭിക്കാവുന്നതാകൊണ്ട് അത് ഏറ്റവും ഭംഗിയായി അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിപ്പാൻ നമുക്ക് കടപ്പാടുണ്ട് എന്ന് തിരിച്ചറിയണമെങ്കിൽ ഞാൻ തീർച്ചയായും പ്രത്യേകതയുള്ളൊരു വ്യക്തിത്വമാണ് എന്ന് തിരിച്ചറിയാതെ യാതൊരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് എല്ലാവരും ഒരേ അച്ചിൽ നിന്ന് വന്നവരല്ല. നാം ഓരോരുത്തരും വളരെ കൃത്യമായ വ്യത്യാസമുള്ളവരാണ്, പ്രത്യേകതയുള്ളവരാണ്. അത് തിരിച്ചറിയുന്നത് വളരെ അത്യാവശ്യമാണ്. അത് ഒരു തിന്മയല്ല, അത് ഏറ്റവും വലിയ നന്മയാണ്. ഇവിടെയാണ് മൈത്രേയൻ ഒന്നിൽ അദ്ദേഹത്തിന് തെറ്റുപറ്റുന്നത്, അല്ലെങ്കിൽ മനഃപൂർവ്വം അദ്ദേഹം മറച്ചു വെക്കുന്നത്. ഇനി മുൻപോട്ട് പോകാം. അല്ലെന്ന് കാണിക്കുന്നതിനാണ്. നെറ്റിക്ക് കുറിയിടുന്നവനും നെറ്റിക്ക് തഴമ്പുണ്ടാക്കി നടക്കുന്നവനും എല്ലാം ഇതേപോലെ തന്നെ ചിഹ്നങ്ങൾ ഇട്ടിട്ടാണ് നടക്കുന്നത്. അത് മറ്റുള്ളവരെ അറിയിക്കണം, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതല്ല. അത് വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്നു. അബദ്ധം നമുക്ക് വരുന്ന നമുക്കൊരു പറഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളാണ് ഈ വീടുകളെല്ലാം. അന്യരെ വെറുക്കാൻ പഠിപ്പിക്കുന്നത്, അവരോടൊപ്പം ജീവിക്കരുതെന്ന് പഠിപ്പിക്കുന്നത്, നമ്മൾ സ്പെഷ്യലാണെന്ന് പഠിപ്പിക്കുന്നത്, മറ്റുള്ളവരെ പോലെയല്ല നമ്മളന്ന് പഠിപ്പിക്കുന്നത്. ഇയാൾ പ്രണയിച്ചാൽ ആ നിമിഷം അത് നമ്മുടെ ആൾക്കാരെ അല്ല എന്ന് പറയും. ഇതൊക്കെ ചെയ്യുന്ന വീടുകളിൽ തന്നെ ജനിക്കാനൊക്കെ. അത് തൻ്റെ വീട്. സാമൂഹ്യ വിരുദ്ധ വികാരങ്ങളുടെ കേന്ദ്രം ഭവനമല്ല. അത് മൈത്രേയൻ ഒട്ടും ബോധമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. സാമൂഹ്യ വിരുദ്ധതയുടെ പ്രഭവ സ്ഥാനം മതങ്ങളാണ്, സ്ഥാപിത മത സംവിധാനങ്ങളാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പുരോഹിത വർഗമാണ്. മനുഷ്യരിൽ നിന്ന് അകറ്റി അവരെ സ്വകാര്യ സ്വത്തുക്കളാക്കി മാറ്റി കറവ പശുക്കളായി ഉപയോഗിക്കുന്നത് എല്ലാ മതത്തിലെയും പുരോഹിത വർഗമാണ്. ഒരു മതം മറ്റൊരു മതത്തിൽ നിന്ന് പുരോഹിത മേൽക്കോയ്മ എത്ര വലുതാണ് അല്ലെങ്കിൽ ചെറുതാണ് എന്ന വിധത്തിൽ മാറ്റം അല്ലെങ്കിൽ വ്യത്യാസമുണ്ട്, സമ്മതിക്കുന്നു. ഇപ്പോൾ ക്രിസ്തുമതത്തിലുള്ള പുരോഹിത മേൽക്കോയ്മയുടെ ആക്കം ഹിന്ദുമതത്തിലില്ല, തീർച്ചയായിട്ടുമില്ല. അത് ഇസ്ലാമിലുമില്ല. പുരോഹിതവർഗം ഏറ്റവും കൂടുതൽ ധിക്കാരവും അനാവശ്യമായ നിയന്ത്രണവും മനുഷ്യരിൽ കാണിക്കുന്നത് ക്രിസ്തുമതത്തിൽ തന്നെയാണ്. പിന്നെ യഹൂദ മതത്തിലുമുണ്ട്. അത് സമ്മതിക്കാതൊരു നിവൃത്തിയില്ല. അപ്പോൾ സാമൂഹ്യ വിരുദ്ധത മനുഷ്യൻ്റെ മനസ്സിൽ കുത്തിവെക്കുന്നത് ഭവനമല്ല, അല്ലെങ്കിൽ ആ വികാരത്തിൻ്റെ ഉറവിടം ഭവനമല്ല, അത് മത സംവിധാനങ്ങളാണ്. അവിടെയാണ് മൈത്രേയൻ തെറ്റിപ്പോയത്. അത് ഭവനത്തിൽ വരുന്നത് പുരോഹിതന്മാർ, മാതാപിതാക്കന്മാരിൽ ഈ ഒരു പൈശാചികമായ വികാരം അവിടെ കടമയായി സ്ഥാപിക്കുന്നത് കൊണ്ടാണ്. ആ ഒരു സ്വാധീനമില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഭവനങ്ങൾ കുറച്ചുകൂടെ മനുഷ്യത്വത്തിന് ഇടം കൊടുക്കുന്നതായി തീരുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വീടുമൊക്കെ അങ്ങനെ തന്നെയാണ്. അതാണ് ജാതി എന്ന് നമ്മൾ പറയുന്നതും വിവേചനം എന്ന് പറയുന്നതും വർണ്ണവെറി എന്ന് പറയുന്നതൊക്കെ അതാണ്. മൈത്രേയൻ ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നതേ, മൈത്രേയൻ പറയുന്നൊരു വാക്കുണ്ട്, ദൈവം ഉണ്ടെങ്കിൽ എന്നെ പോലൊരു മൊണ്ണ ഇവിടെ ഇരുത്തുവോ. തന്നെ അങ്ങനെ തന്നെ. അത് പറഞ്ഞത് സത്യമാണോ? അതെ. കാര്യമുണ്ട്. അവരുടെ ദൈവത്തിന്റെ ഗുണമാണെന്ന് പറയുവാണെങ്കിൽ ചീത്ത പറയുന്ന ഒരുത്തനെ ഉണ്ടാക്കത്തില്ലല്ലോ. വിവരം വേണ്ട ഒരു ദൈവത്തിന്, ചുരുങ്ങിയ പക്ഷം അതില്ല. അതുകൊണ്ടാണ് കളയുന്നത്. ബുദ്ധിയുള്ളത്, വിവേചനം മാത്രമുള്ളതായ ആളുകളെ തമ്മിലടിപ്പിക്കുന്ന ഇത് സർവജ്ഞനാണെന്നാണല്ലോ പറയുന്നത്. പിന്നെ ലോകത്തിന്റെ സൃഷ്ടാവ്. അതുകൊണ്ട് തന്നെ അടി കൊടുക്കാവുന്ന ആളായി. ഒന്നൊന്നിനെ തിന്നുന്ന ഒരു ലോകം ഉണ്ടാക്കാൻ പറ്റുമോ? ദൈവം ഉണ്ടെങ്കിൽ എന്റെ കൂടെ ഒന്ന് കറപ്പിക്കട്ടെ. അത് പോട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മണ്ടത്തരം പരിഗണിച്ചാൽ ദൈവത്തിന് അടി കൊടുക്കാം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നിങ്ങൾ കേട്ടതാണ്. അതിന് ഉത്ബോധബലകമായ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഇപ്പോൾ സൃഷ്ടിയിൽ കോട്ടങ്ങളുണ്ട്, ഈ ലോകത്തിൽ കോട്ടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട്, യാതൊരു സംശയവുമില്ല. എന്നാൽ അത് കൊണ്ട് മാത്രം ദൈവത്തിന് അടി കൊടുക്കണം എന്ന് ഈ ആധുനിക പ്രവാചകൻ നിർബന്ധം പിടിക്കുന്നതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്പസമയം നിങ്ങൾ കണ്ണടച്ചൊന്ന് ധ്യാനിച്ചാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്താണ് എന്ന് മനസ്സിൽ വ്യക്തമാക്കിയ ശേഷം മാത്രമേ മുൻപോട്ട് കാണാവൂ
എന്ന് എനിക്ക് ഒരു അപേക്ഷയുണ്ട്. ഇനിയും എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ പറഞ്ഞ് ഉപസംഹരിക്കാൻ പോവുകയാണ്. ഒരു സൃഷ്ടികർത്താവ്, ഉദാഹരണമായിട്ട് നിങ്ങളൊരു പെയിൻറ്ററാണ്, ഒരു ആർട്ടിസ്റ്റാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ ഒരു പടം വരച്ചു. ആ പടം വരച്ചത് നിങ്ങളുടെ സൗന്ദര്യബോധം വെച്ചിട്ടാണ്. എന്നാൽ ആ പടം വരച്ച് കൈമാറിയ ശേഷം ആ പടം എങ്ങനെയാണ് മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് എന്നതിനെപ്പറ്റി യാതൊരു നിയന്ത്രണവും നിങ്ങൾക്കുണ്ടാകുകയില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വരച്ച ഈ ചിത്രം വിട്ടുപോകുന്ന നിമിഷം വരെ അതിൻ്റെ സർവ്വ അധികാരവും നിങ്ങൾക്കാണ്, സർവ്വ നിയന്ത്രണവും നിങ്ങൾക്കാണ്, അതിനെപ്പറ്റിയുള്ള പൂർണ്ണ അറിവും നിങ്ങൾക്കാണ്. ഓംനിഷ്യൻ്റാണ്, ഓംനിപോട്ടൻ്റാണ് നിങ്ങൾ. പക്ഷേ ഒരു സ്റ്റേജിൽ വരുമ്പോൾ അത് 100% ഇല്ലാതെയായിത്തീരും. നിങ്ങൾക്ക് അതിന്മേൽ യാതൊരു നിയന്ത്രണവും ഉണ്ടാകുകയില്ല. മറ്റുള്ളവർക്ക് കൈമാറിക്കഴിഞ്ഞാൽ, അപ്പോൾ മൈത്രേയൻ പറയുന്നൊരു കാര്യം, ദൈവം എന്തുകൊണ്ടാണ് ഇതൊക്കെ അതിൻ്റെ നിയന്ത്രണം 100% സ്വന്തം കയ്യിൽ വയ്ക്കാതെ ആ നിയന്ത്രണം ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ പ്രകൃതിയിൽ ഇങ്ങനെയുള്ള വികൃതികൾ വന്നുകൂടിയത് ഒന്നുകിൽ ദൈവം മണ്ടനായിട്ടാണ്, അല്ലെങ്കിൽ ദൈവം അതിൻ്റെ നിയന്ത്രണം കൈവിട്ടിട്ടാണ്. ദൈവം ഒരു വലിയ പോലീസുകാരനായിരുന്ന, ഒരു വിധത്തിലും ദൈവഹിതം അനുസരിച്ചല്ലാതെ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം പ്രകൃതിയിലെ ഒരു പ്രതിഭാസത്തിനും നൽകാതിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ നന്മയും സൃഷ്ടിയുടെ നന്മയും ഒരു തുടർച്ചയാകുമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. അപ്പോൾ ദൈവത്തിന് അടി കൊടുക്കേണ്ടത് ദൈവത്തിന് സൃഷ്ടി വേണ്ടതുപോലെ നടത്താൻ കഴിവില്ലാത്തത് കൊണ്ടാണോ? അല്ല, താൻ സൃഷ്ടിച്ചതും സൃഷ്ടിച്ച ശേഷം നല്ലത് എന്ന് കണ്ടതുമായ ഈ സൃഷ്ടിയുടെ നിയന്ത്രണം ഉപേക്ഷിച്ചിട്ട് അത് അതിൻ്റേതായ ക്രമമനുസരിച്ച്, നിയമങ്ങളനുസരിച്ച് ഇനി മുൻപോട്ട് പോകട്ടെ. പ്രത്യേകിച്ച് അതിൻ്റെ മകുടമെന്ന് നാം ധരിക്കുന്ന മനുഷ്യരാശിക്ക് അതിൻ്റെ മേൽ ഉള്ള ആധിപത്യം, നിയന്ത്രണം, മനുഷ്യന് അവൻ്റെ അവസ്ഥയോടുള്ള ചുമതല, അവയൊക്കെയും അർത്ഥവത്തായി പ്രയോജനപ്പെടുത്തുവാനുള്ള സ്വാതന്ത്ര്യം, തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം, ഇവയൊക്കെയും നൽകുന്നതാണോ നിഷേധിക്കുന്നതാണോ ദൈവത്തിൻ്റെ പക്ഷത്തുള്ള നീതി? ദൈവം നൽകിയുള്ള സ്വാതന്ത്ര്യം വേണ്ടതുപോലെ ഉപയോഗിക്കുവാൻ മനുഷ്യൻ കൂട്ടാക്കാത്തതിന് ദൈവത്തെ പ്രതിക്കൂട്ടിൽ നിർത്തണമോ? പ്രകൃതിയെപ്പറ്റി പറയുമ്പോൾ ഒരു പുലി മാനിനെ തിന്നുന്നു, ഒരു പൂച്ച എലിയെ തിന്നുന്നു, പെരുമ്പാമ്പ് സമയം കിട്ടിയാൽ ആട്ടിൻകൂട്ടിയെ തിന്നുന്നു, കുറുക്കൻ്റെ കണ്ണെപ്പോഴും കോഴിക്കൂട്ടിലാണ്. വേണ്ട, നമ്മളൊരു കപ്പ് തൈര് കുടിക്കുമ്പോൾ കോടിക്കണക്കിന് അണുക്കളെ നമ്മൾ ഉള്ളിലാക്കുന്നു. ഇത് പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. കാരണം പ്രകൃതിയിൽ മറ്റൊന്നിനും ഈ അവസ്ഥയെപ്പറ്റി ബോധപൂർവം ചിന്തിക്കുവാനും അതൊരു പരാതിയായി ഉന്നയിക്കുവാനുമുള്ള സാഹചര്യമില്ല. ഇത് മനുഷ്യൻ്റെ മാത്രം പ്രത്യേകമായ കഴിവാണ്. എന്തുകൊണ്ടാണ്? മനുഷ്യന് അവനായിരിക്കുന്ന സാഹചര്യത്തെപ്പറ്റി വിശാലമായി ബോധം പ്രാപിപ്പാനും ആ ബോധത്തെ അനുസരിച്ച് ചിന്തിക്കുവാനുമുള്ള കഴിവ് അത് മണ്ടനെന്ന് പറയുന്ന, മൈത്രേയൻ്റെ കണ്ണിൽ മണ്ടനെന്ന് പറയുന്ന ദൈവം കൊടുത്തതാണ്. അപ്പോൾ അത്, ആ ബോധം, ആ ചിന്താശക്തി, ആ തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം, ഇതൊക്കെയും വിഭാവന ചെയ്ത ദൈവം മണ്ടനാണ് എന്ന് വിശ്വസിക്കാൻ എന്നെപ്പോലെ ഒരു സാധാരണ മനുഷ്യന് സാധിക്കുന്നില്ല. എന്നാൽ മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ അത് ഇപ്രകാരം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിർബന്ധത്തോടെയാണെങ്കിൽ അത് സ്വാതന്ത്ര്യമാകുകയില്ല. അത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഇല്യൂഷൻ മാത്രമായിരിക്കും. തത്വശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എവറിത്തിങ് ഇംപ്ലൈസ് ഇറ്റ്സ് ഓപ്പോസിറ്റ്. നന്മ ഉണ്ടെങ്കിൽ തിന്മയും ഉണ്ടായിരിക്കും, കയറ്റമുണ്ടെങ്കിൽ
ഇറക്കവും ഉണ്ടായിരിക്കും. രാത്രി ഉണ്ടെങ്കിൽ പകലും ഉണ്ടായിരിക്കും, പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട്. മനുഷ്യൻ്റെ ഇഹലോക അവസ്ഥ അങ്ങനെ തന്നെയാണ്. ആ ഒരു യാഥാർത്ഥ്യത്തെ അവഗണിച്ചുകൊണ്ടല്ല മൈത്രേയൻ ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ ഓരോ അനുഭവത്തിലും വ്യത്യസ്ത സാധ്യതകളുണ്ടായിരുന്നു. എന്നാൽ മനുഷ്യൻ അവൻ്റെ തിരഞ്ഞെടുപ്പ് കൊണ്ട് നന്മയെ ഉപേക്ഷിച്ച് തിന്മയെ സ്വീകരിപ്പാനോ അല്ലെങ്കിൽ തിന്മയെ ഉപേക്ഷിച്ച് നന്മ സ്വീകരിപ്പാനോ സാധ്യമാണ്. ഇനി രണ്ടാമതായിട്ട് എനിക്ക് പറയാം, ഇതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. മനുഷ്യന് ദൈവം തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ അതേറ്റവും പ്രധാനമായി പ്രയോഗിക്കപ്പെടുന്നത് അവൻ ഏതിനെ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നു എന്നതാണ്. അപ്പോൾ വ്യക്തികളെ മാത്രം കേന്ദ്രീകരിച്ച് ജീവിക്കുമ്പോൾ അതിൽ വലിയ വലിയ അയോഗ്യതകളും ചിത്തഭ്രമങ്ങളും ഉണ്ടാകും. ഇപ്പം നിങ്ങളൊരു സൈക്കിൾ ചവിട്ടുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിന് താഴോട്ട് നോക്കി സൈക്കിൾ ചവിട്ടിയാൽ നിങ്ങൾ മൂക്ക് കുത്തി വീഴും. സൈക്കിൾ ചവിട്ടുമ്പോൾ നിങ്ങൾ മുമ്പിലോട്ട് കണ്ണ് വെച്ചിട്ടാണ്, നിങ്ങളുടെ മുൻപിലുള്ള ഒരു 30 അടി മുമ്പിലുള്ള സ്ഥലത്താണ് നിങ്ങളുടെ കണ്ണ് ഇരിക്കേണ്ടത്. താഴോട്ട് നോക്കി ചവിട്ടിയാൽ നിങ്ങൾ വീഴും. ഇത് മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഞാൻ എന്നിൽ തന്നെ മാത്രം കേന്ദ്രീകരിച്ച് എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ സുഖലോലുപതകൾ, എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ ചിന്താരീതി, എനിക്ക് മാത്രം പ്രയോജനം, ഇങ്ങനെ ചിന്തിച്ചാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പിന്നെ ഞാൻ കാണുന്നത് യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ്. എല്ലാ സാധ്യതകളുടെയും അല്ലെങ്കിൽ സൃഷ്ടിയുടെ ആകത്തുകയെയും ബഹുമാനിച്ചുകൊണ്ട് അതിനോടുള്ള ബന്ധത്തിൽ സത്യത്തെ അന്വേഷിപ്പാനുള്ള ഒരു മനസ്സ് ഒരിക്കലും ഉണ്ടാകുകയില്ല. അപ്പോൾ നശ്വരമായ ഈ ലോകത്തെ മാത്രം കേന്ദ്രീകരിച്ച് ചിന്തിക്കുമ്പോൾ ചില നിഗമനങ്ങളിൽ നാം ചെന്നെത്തും. എന്നാൽ മറ്റൊരു സാധ്യതയുണ്ട്. അനശ്വരമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതില്ല എന്ന് തോന്നുന്നത് മറ്റേ വിധത്തിൽ തൻ്റെ കാഴ്ചപ്പാടിനെയും വ്യക്തിത്വത്തെയും എന്നെ രൂപപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ്. ഏത് അവിശ്വാസിയാണെങ്കിലും ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ താൻ അള്ളിപ്പിടിച്ചിരിക്കുന്ന അവിശ്വാസത്തിൻ്റെ വഴി അപൂർണമാണ് എന്നും അതിൽ അപകടമുണ്ട് എന്നും വ്യക്തികൾ തിരിച്ചറിഞ്ഞിരിക്കും, യാതൊരു സംശയവുമില്ല. ഇത് യാതൊരു പക്ഷപാതവുമില്ലാതെ മനുഷ്യൻ്റെ മനസാക്ഷിയോട് നീതി പുലർത്തത്തക്കവണ്ണം ചിന്തിക്കുന്ന എല്ലാവരും സമ്മതിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് നാം എല്ലാവരും ദൈവബോധത്തിൽ എപ്പോഴും ജീവിക്കുന്നതെന്ന് അർത്ഥമില്ല. ദൈവമില്ല എന്ന് കട്ടായം പറഞ്ഞ് നടക്കുന്നവരും ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന നിലപാട് തെറ്റാണ് എന്ന ബോധമുണ്ടാകുകയും പക്ഷേ അത് വെളിയിൽ സമ്മതിക്കാൻ വയ്യാത്ത വിധത്തിൽ ആന്തരികമായ ഒരു അടിമത്വത്തിലായിത്തീരുകയും ചെയ്യും. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അതേസമയം തന്നെ ഞാൻ പരിശുദ്ധനാണ്, ഞാൻ ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആളുകളുടെ അവസ്ഥയും ജീവിതത്തിൻ്റെ പല അവസ്ഥകളിലും ലൗകികമായി മാത്രം ചിന്തിക്കുകയും ലൗകികമായ നിലപാടെടുക്കുകയും ചെയ്യുന്നൊരു യാഥാർത്ഥ്യവുമുണ്ട്. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ സങ്കരമായൊരവസ്ഥയിലാണ്. മിക്സ്ഡ് അപ്പ് സ്റ്റേറ്റ്, ഗുഡ് ആൻഡ് ഈവിൾ കോ എക്സിസ്റ്റ്. ഇത് മൈത്രേയന് സ്വീകരിക്കാൻ വയ്യ. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് സ്വീകരിക്കാതെ ഈ ലോകത്തിൽ ഒരു നിമിഷം പോലും നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. നാം ഏത് കൈകാര്യം ചെയ്താലും അതിന് ഒരു മറുവശമുണ്ട്. മൈത്രേയൻ പറയുന്നത് അത് പാടില്ല. നന്മ മാത്രം, എനിക്ക് സൗകര്യമുള്ളത് മാത്രം, എനിക്ക് രുചിക്കുള്ളത് മാത്രം. അങ്ങനൊരു ലോകമില്ല. ആ ലോകം വേണമെന്ന് മൈത്രേയൻ പറയുന്നത് 2 വയസ്സ് 3 വയസ്സ് 5 വയസ്സുള്ള കുഞ്ഞുങ്ങൾ എനിക്ക് അമ്പിളിമാമനെ കൊണ്ട് തരണം, ഇല്ലെങ്കിൽ ഞാൻ പുട്ട് കഴിക്കത്തില്ല എന്ന് പറയുന്നതിന് മാത്രം തുല്യമാണ്. യാതൊരു സംശയവും വേണ്ട. ഇച്ചിരി സോഫിസ്റ്റിക്കേറ്റഡായിട്ടൊക്കെ അവതരിപ്പിച്ചാലും ഇങ്ങനെയുള്ള ശാഠ്യങ്ങൾ വെറും ബാലിശമാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. ലോക യാഥാർത്ഥ്യങ്ങളെ തുറന്ന മനസ്സോടെ പരിഗണിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും മൈത്രേയൻ സംസാരിക്കുന്നവർ സംസാരിക്കാൻ സാധ്യമല്ല എന്നതെനിക്ക് വളരെ ഉറപ്പാണ്. എന്നാൽ അതേസമയം തന്നെ മൈത്രേയൻ്റെ അവസ്ഥയേക്കാൾ ഏറ്റവും അപഹാസ്യമാണ് യാതൊരു അനുഭവമില്ലാതെ, ഉള്ളിൽ യാതൊരു തിട്ടവുമില്ലാതെ, ഒന്നിനെപ്പറ്റിയും ഒരു അന്വേഷണത്തിൽ കൂടെ ഒരു ഉറപ്പും കൈവരിക്കാതെ വിശ്വാസ പ്രമാണത്തെ തത്തയൊല്ലുന്ന പോലെ ചൊല്ലുന്നതാണ് ലോകത്തിലെ ഏറ്റവും അധപ്പതിച്ച അവസ്ഥ. അത് ഞായറാഴ്ച ഒരു ക്രിസ്ത്യാനി പള്ളിയിൽ പോയി അച്ഛനോ മെത്രാനോ ചൊല്ലിക്കൊടുക്കുന്നതിൻ്റെ പുറകെ തത്ത ചൊല്ലുന്ന പോലെ വിശ്വാസ പ്രമാണം ചൊല്ലുന്നതാണ്
എനിക്ക് വിശ്വാസമില്ല, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതിനേക്കാൾ മോശം അതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ജീവിതത്തിൻ്റെ ഒരു അംശം പോലും ദൈവികമായ ഒരു കാര്യം അന്വേഷിക്കുകയോ അറിയുകയോ അനുഭവിക്കുകയോ ചെയ്യാത്തൊരു വ്യക്തി ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് പള്ളിയിൽ പോയി കള്ളം പറയുന്നത് ദൈവം മണ്ടനാണെന്ന് പറയുന്നതിനേക്കാൾ ഹീനമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് മൈത്രേയൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് നിലവിലിരിക്കുന്ന അവസ്ഥയുടെ സത്യാവസ്ഥ എന്താണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത് വിളിച്ചു പറയണം. അതായത് അല്ലാതെ ഇത് മാത്രമാണ്, ഞാൻ പറയുന്നത് മാത്രമാണ് സത്യം, അതിനപ്പുറത്തോ ഇപ്പുറത്തോ ഒന്നുമില്ല എന്ന വിധത്തിൽ നാം അത് മനസ്സിലാക്കരുത്. അങ്ങനെ മനസ്സിലാക്കിയാൽ നമ്മൾ മൈത്രേയനേക്കാൾ ബുദ്ധിശൂന്യരായിത്തീരും. ഈ സമയത്ത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഷേക്സ്പിയറുടെ പ്രസിദ്ധ നാടകമായ ഹാംലെറ്റിൽ അതിൻ്റെ പ്രധാന കഥാപാത്രമായ ഹാംലെറ്റ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ഹൊറേഷ്യോട് പറഞ്ഞൊരു വാക്കുണ്ട്. There are more things dreamt of in heaven, there are more things in heaven and earth, Horatio, than are dreamt of in your philosophy. അല്ലയോ സുഹൃത്തേ, നിൻ്റെ കാഴ്ചപ്പാടിന് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന അനേക കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഈ ലോകത്തിൻ്റെ യാഥാർത്ഥ്യത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ട് നിനക്കൊരു നിൻ്റേതായൊരു തത്വശാസ്ത്രം ഉണ്ടാക്കാൻ സാധ്യമല്ല. There are more things in heaven and earth, Horatio, than are dreamt of in your philosophy. എനിക്കതാണ് മൈത്രേയനോട് പറയാനുള്ളത്. അതുകൊണ്ട് കുറച്ചൊക്കെ വിനയം നല്ലതാണ്. പ്രത്യേകിച്ച് അഭൗമമായ യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ വിനയം അനുഭവിക്കുന്നത് സമനില തെറ്റാത്ത ഒരു മനസ്സിൻ്റെ പ്രാഥമികമായ അവസ്ഥയാണ്. ദൈവത്തെ ഓടിച്ചിട്ടടിക്കുമെന്നോ അല്ലെങ്കിൽ ദൈവത്തെ കുപ്പയിലോട്ടെടുത്ത് എറിയുമെന്നോ ദൈവത്തെപ്പറ്റി ചിന്തിക്കുന്നവരൊക്കെ മുണ്ണകളാണെന്നോ ഒക്കെ പറയുന്ന ഈ ഒരു നിലപാട് ഇപ്പോഴത്തെ യുവതീവാക്കന്മാർക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കുന്നവർക്ക് കേൾക്കാൻ ഹരമാണ്, അവർ കൈയടിക്കും. പക്ഷേ ഇത് പറഞ്ഞിട്ട് വീട്ടിൽ പോയിരിക്കുന്ന ഏകാന്ത നിമിഷങ്ങളിൽ തന്നോടൊപ്പം ആയിരിക്കുന്ന മൈത്രേയന് മനസ്സിലാകും ഈ പറഞ്ഞതിൽ ആത്മാർത്ഥതയില്ലായിരുന്നു. എന്നാലും ഞാനിത് ആരംഭിച്ചു പോയി, ഈ പുലിവാലിനെയും വിടാനൊക്കത്തില്ല, അതുകൊണ്ട് ഈ വഴിയെ ഇനിയും സഞ്ചരിച്ചേ മതിയാകുകയുള്ളൂ, മറ്റൊരു മാർഗമില്ല, അതുകൊണ്ട് ഞാൻ ഇതിലേ പോകും എന്നൊരവസ്ഥയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കുറച്ചുകൂടെ സത്യസന്ധമായി ചിന്തിക്കുവാനും നാം ഇതുവരെ ആയിരിക്കുന്ന ഈ ഉറക്കം തൂങ്ങിയ അവസ്ഥ, നേരെന്താണ്, നെറികേടെന്താണ്, സത്യം എന്താണ്, അസത്യം എന്താണ്, ആത്മീയത എന്താണ്, വർഗീയത, അതിനെപ്പറ്റി ഒന്നിനെപ്പറ്റിയും യാതൊരു ബോധവുമില്ലാതെ ഉറങ്ങുകയാണോ അതല്ല, ഉണർന്നിരിക്കുകയാണോ അതുമല്ല, നടക്കുകയാണോ അതല്ല, ഇരിക്കുകയാണോ അതുമല്ല, ഈ ഒരവസ്ഥയിൽ നാം ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് ഒരു വിധത്തിലും നല്ലതല്ല എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിൽ ശ്രദ്ധയോടെ പങ്കെടുക്കുന്ന ഏവരോടുമുള്ള എൻ്റെ നന്ദിയും ബഹുമാനവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളും.